നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം എന്നുള്ളത്. എപ്പോഴും സമാധാനത്തോടെ ഇരിക്കുവാൻ, സന്തോഷത്തോടെ ഇരിക്കുവാൻ നമുക്ക് സാധിക്കണം. എന്നാൽ പലപ്പോഴും അതിന് നമുക്ക് സാധിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ സമാധാനത്തെ കെടുത്തിക്കളയുന്നതായിട്ടുണ്ടാകാം. എന്നാൽ നമുക്ക് എപ്പോഴും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുവാൻ സാധിക്കുക എന്നുള്ളത് അനുഗ്രഹകരമായൊരു അനുഭവമാണ്. ഇന്നലെ രാത്രിയിൽ നാം കിടക്കയിലേക്ക് പോയപ്പോൾ നാം സമാധാനത്തോടെയാണോ കിടന്നുറങ്ങിയത്? സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ നമുക്ക് സാധിക്കണം. 4-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുന്നത് ഈ കാര്യം തന്നെയാണ്. 4-ാം സങ്കീർത്തനം 8-ാം വാക്യം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ നമുക്ക് സാധിക്കണം. നാം എഴുന്നേറ്റ് വരുമ്പോഴും ആ സമാധാനം നമുക്ക് അനുഭവിക്കുവാനിടയായിത്തീരണം. സമാധാനം അറ്റുപോകുന്ന ലോകത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. എപ്പോഴും സമാധാനത്തോടെ ഇരിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നില്ല. എന്നാൽ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുന്നത് ആർക്കാണ്? ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും എന്നെഴുതിയിരിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നത് എത്രയോ സന്തോഷകരമായ ഒരു കാര്യമാണ്. ആ സമാധാനം ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വാസ്തവത്തിൽ ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ആരിലും സമാധാനമില്ല എന്നുള്ളതാണ്. കുട്ടികളിൽ പോലും സമാധാനമില്ല, യൗവനക്കാരിൽ ഒട്ടും സമാധാനമില്ല. അതേപോലെ തന്നെ മുതിർന്നവരിലും സമാധാനമില്ലാത്ത ഒരു നില നാം കാണുകയാണ്. കാരണം എന്താണ്? ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നാം വിചാരപ്പെടുന്നു. ഒത്തിരി ആവശ്യങ്ങൾ ഓർത്ത് നാം വല്ലാതെ വിചാരപ്പെടുകയാണ്. അങ്ങനെ പലവിധ ആവശ്യങ്ങളെ ഓർത്ത് നാം വിചാരപ്പെടുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ആവശ്യങ്ങളെന്ന് പറയുന്നത് പലതും ആവശ്യങ്ങളല്ലാത്തതും ഉണ്ടാകാം. ആവശ്യമില്ലാതെ പലതിനെപ്പറ്റിയും നാം വിചാരപ്പെടുന്നുണ്ട് എന്ന് ചുരുക്കം. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു നമ്പൂതിരി ഫലിതമാണ്. ഒരു നമ്പൂതിരി ഇരുകര മുട്ടി ഒഴുകുന്ന ഒരു ആറിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ അക്കരെ ഒരു വീടിൻ്റെ മുൻപിൽ ഒരു നായയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണുകയാണ്. സ്വതവേ പേടിത്തൊണ്ടനായ ഈ മനുഷ്യൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഈ ആറ്റിലെ വെള്ളം വറ്റിപ്പോവുകയും അക്കരെ കെട്ടിയിട്ടിരിക്കുന്ന ഈ നായയുടെ തുടൽ പൊട്ടിപ്പോവുകയും ചെയ്താൽ ഞാൻ എന്തു ചെയ്യും? ഈ നായ പെട്ടെന്ന് ചാടി വരും, എന്നെ കഴിക്കും. പിന്നെ ആ മനുഷ്യൻ അവിടെ നിന്നില്ല, ഓടിക്കളഞ്ഞു. ഇത് കേവലം ഒരു ഫലിതമാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഇതിൽ അന്തർലീനമായിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നാം വല്ലാതെ വിചാരപ്പെടുന്നുണ്ട്. പലതും നാം വിചാരപ്പെടുന്നത് നിരർത്ഥകമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നത്, നിങ്ങൾ ഒന്നിനെപ്പറ്റിയും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും എന്നാണ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നത്. ഒന്നിനെപ്പറ്റിയും വിചാരപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. ആ ഒരു അനുഭവത്തിലേക്ക് എങ്ങനെയാണ് വരാൻ സാധിക്കുക? ഞാൻ മുൻപ് ഓർപ്പിച്ചതുപോലെ പലതിനെപ്പറ്റിയും നാം വിചാരപ്പെടുകയാണ്. അത് നമ്മുടെ സമാധാനം കെടുത്തിക്കളയുകയാണ്. എന്നാൽ ഒന്നിനെപ്പറ്റിയും വിചാരപ്പെടാതെ എല്ലാറ്റിനെപ്പറ്റിയും സ്തോത്രം ചെയ്യുവാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ നിസ്സാരമായ ഒരു ജീവിതമല്ല. പലപ്പോഴും നാം അത് ഏതർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത് എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം ഒരിക്കലും നിസ്സാരമായ, ലളിതമായ, ലഘുവായ ഒരു കാര്യമല്ല.
നാം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ നാം ബാധ്യസ്ഥരാണ്. അങ്ങനെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയുവാൻ നാം തിരുവെഴുത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും നാം അത് ചെയ്യാറില്ല. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് സഹോദരിമാർ സുവിശേഷ ഘോഷണത്തിൽ പോരാടി എന്നുള്ളതാണ്. നോക്കുക, സഹോദരിമാർ പോലും പൗലോസിനോട് ചേർന്ന് സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരുന്നു. അങ്ങനെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും ഉത്തരവാദിത്വമുള്ള ജീവിതമാണ്. അങ്ങനെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുമ്പോഴാണ് വിചാരപ്പെടാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുവാൻ ഒരു വലിയ പ്രതിബദ്ധത നമുക്കുണ്ട്. ഒരുപക്ഷെ കുട്ടികളായിരിക്കാം, യൗവനക്കാരായിരിക്കാം, മുതിർന്നവരായിരിക്കാം. നീ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയാണെങ്കിൽ കുട്ടിയായിരുന്നാലും യൗവനക്കാരനോ യൗവനക്കാരിയോ ആയിരുന്നാലും മുതിർന്ന വ്യക്തിയായിരുന്നാലും ലഭിക്കുന്ന അവസരങ്ങളിൽ മറ്റുള്ളവരോട് കർത്താവിനെ അറിയിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിൽ നാം പങ്കാളികളായിത്തീരുന്നു. അങ്ങനെയുള്ളവർക്കാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് വിചാരപ്പെടാതിരിക്കുവാൻ കഴിയുന്നത്. അല്ലാത്തവർ എപ്പോഴും കർത്താവിനോട് ആവശ്യങ്ങൾ അറിയിക്കുവാൻ മാത്രമായി കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുന്നവരായിരിക്കുന്നു. ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാം എപ്പോഴും നല്ല ആട്ടിൻകുട്ടികളായിട്ടിരിക്കുകയാണ്. ഈ ആട്ടിൻകുട്ടികളെ ശ്രദ്ധിച്ചാൽ അറിയാം, എപ്പോഴും അവ ഇങ്ങനെ കരയുന്നത് എങ്ങനെയാണ്? മേ മേ എന്നാണ്. ഇതേപോലെ തന്നെയാണ് വിശ്വാസികൾ. എപ്പോഴും കർത്താവിനോട് ആവശ്യങ്ങൾ ചോദിക്കുകയാണ്. കർത്താവേ, എൻ്റെ ഇന്ന ആവശ്യം നടത്തി തരണമേ. അവസാനം ഒരു മേ എന്ന് പറയുന്നത് ആട്ടിൻകുട്ടി കരയുന്നത് പോലെയാണ്. അങ്ങനെ ഒരു ദിവസം തന്നെ എത്രയോ മേ എന്ന് പറയാറുണ്ട് നമ്മൾ. ഇങ്ങനെ നമ്മൾ ദിവസം തോറും നമ്മുടെ ആവശ്യങ്ങളുമായി കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, നീ എപ്പോഴും എൻ്റെ അരികിൽ ഇങ്ങനെ ആവശ്യങ്ങളുമായി ഇങ്ങനെ അപേക്ഷയുമായി വരുന്നതല്ലാതെ ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ശാരീരികമായി ക്ഷീണാവസ്ഥയിലുള്ളവരെ തൽക്കാലം നമുക്കങ്ങോട്ട് മാറ്റി നിർത്താം. ഒരു പക്ഷേ കിടക്കയിലായിരിക്കുന്നവരുണ്ടാകാം. പ്രായം നിമിത്തമോ രോഗം നിമിത്തമോ മറ്റ് ക്ഷീണങ്ങൾ നിമിത്തമോ ഒക്കെ കിടക്കയിലായിരിക്കുന്നവരുണ്ടാകാം. അവരെ ഒന്ന് മാറ്റി നിർത്താം. നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന യൗവനക്കാരായിട്ടുള്ളവരോ കുഞ്ഞുങ്ങളായിട്ടുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ചോദിക്കുകയാണ്, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ദൈവവചനം പറയുകയാണ്, ഒന്നിനെപ്പറ്റിയും വിചാരപ്പെടാതെ കർത്താവിൻ്റെ അരികിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുവാൻ നമുക്ക് സാധിക്കും. എന്താ ഈ സ്തോത്രത്തോടെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ? മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നോക്കുക, നമ്മൾ ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളുമായി കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ പറയുവാൻ നമുക്ക് സാധിക്കും. കർത്താവേ, എൻ്റെ ഇന്ന ആവശ്യം അവിടുന്ന് അറിയുന്നുവല്ലോ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. അവിടുന്ന് അറിയാത്ത ആവശ്യവുമായിട്ടല്ല നാം കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും നാം അറിയുന്നതിന് മുൻപ് തന്നെ അതറിഞ്ഞ കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയുവാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ കർത്താവിനോട് അറിയിക്കണം. അപ്പോഴാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ മനസ്സിലും ഉണ്ടാകുന്നു. ഇന്ന് രാവിലെ ആ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുവാൻ, നമ്മുടെ മനസ്സിൽ ഉണ്ടാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ആ ദൈവസമാധാനം അനുഭവിച്ചുകൊണ്ട്
ഇന്നത്തെ ദിവസം മുഴുവനും ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ഒന്നിനെപ്പറ്റിയും വിചാരപ്പെടാതെ കർത്താവ് എല്ലാം അറിയുന്നു എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ നമ്മുടെ ആവശ്യങ്ങളുമായി ഇന്ന് രാവിലെ കർത്താവിൻ്റെ അരിയിലേക്ക് ചെല്ലാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ പലപ്പോഴും പലതിനെപ്പറ്റിയും ഞങ്ങൾ വിചാരപ്പെടുന്നു. പല ആവശ്യങ്ങൾ ഓർത്ത് ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. പലതിനെപ്പറ്റിയും കർത്താവെ ഞങ്ങൾ വല്ലാതെ വിചാരമുള്ളവരാണ്. പലപ്പോഴും സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ലാത്ത നിലയിൽ ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ കിടക്ക വിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ കർത്താവെ, സമാധാനത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് നൽകിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിമിത്തം ഞങ്ങൾ വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ അറിയിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ കർത്താവേ. പലപ്പോഴും ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുകയാണ്. എന്നാൽ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഒന്നിനെപ്പറ്റിയും വിചാരപ്പെടാതെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിയിപ്പാനും സ്തോത്രം ചെയ്യുവാനും ഞങ്ങൾക്കിടയാകും എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇന്ന് രാവിലെ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ആരെങ്കിലും കർത്താവെ സമാധാനമറ്റവരായിട്ടുണ്ടെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അവരുടെ ഹൃദയങ്ങൾ നൽകണമേ. വിവിധങ്ങളായ കാര്യങ്ങൾ ഓർത്ത് വല്ലാതെ വിചാരപ്പെടുന്നവരുണ്ടെങ്കിൽ കർത്താവെ, അവരുടെ വിചാരപ്പെടലുകളെല്ലാം മാറ്റിയിട്ട് സമാധാനത്തോടെ ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അവരെക്കാൾ മുൻപേ അറിയുന്ന കർത്താവ് അവർക്കുണ്ട് എന്നുള്ള ബോധ്യം അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം ഓരോരുത്തരുടെയും മേൽ വെച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.